ഷൊർണൂർ കണയം കയനിപ്പാലം മുതൽ ശ്രീകുറുമ്പക്കാവ് ക്ഷേത്രം വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കി 2 ദിവസത്തിനകം പൊളിഞ്ഞു. 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് തുറന്നുകൊടുത്ത് 2 ദിവസത്തിനകം പൊളിഞ്ഞത്. നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാതയാണിത്. കഴിഞ്ഞ ഭരണസമിതിയാണ് റോഡിന് 20 ലക്ഷം രൂപ അനുവദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തി. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് കരാറുകാരന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഗുണനിലവാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്കായി ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തു. 20 ലക്ഷം രൂപ ചെലവഴിച്ച് നേരെയൊക്കെ റോഡിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണിത്. 2 ദിവസത്തിന് ശേഷം കാണുന്ന അവസ്ഥയാണിത്. ഇത്തരത്തിലാണ് റോഡിന്റെ ടാറിങ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതൊരു പകൽക്കൊള്ള എന്ന രീതിയിലാണ്, ഇതൊക്കെ ഈ പുല്ലുവായ മടക്കുന്ന രീതിയിലാണ് ഈ ടാറൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിൽ അടർന്ന് പോരുന്ന രീതിയിലാണ് പണി നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ നടക്കുമ്പോൾ തന്നെ വീഴുന്ന ഒരു അവസ്ഥയാണ്. ഒരു ബൈക്ക് സ്റ്റാൻഡിട്ട് റോഡിന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്ക് മറിഞ്ഞു വീഴുന്നു. തീരെ ഉറപ്പില്ലാത്ത രീതിയിൽ, തീരെ ഗുണനിലവാരമില്ലാത്ത രീതിയിലാണ് പല ഏരിയകളിലും ഇത്തരത്തിലുള്ള റോഡുകൾ. ഇതാണ് ടാറിങ് 1-ാം വാർഡിലെ. വേഴാമ്പല് കാത്തിരിക്കുന്നത് പോലെ വർഷങ്ങളോളം ഈ വാർഡ് സഭകളിലും മറ്റു മീറ്റിങ്ങുകളിലും ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നേരേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ നേരേക്ക് തന്ന റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇത് നേരേക്ക് കഴിഞ്ഞാൽ, ഇത് പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. ഫുള്ള് മണ്ണ്, എന്താണ് കഥ? ഇതിലും നമ്മുടെ പറമ്പിലാണ് 48 മണിക്കൂറിനുള്ളിൽ സത്വര നടപടികൾ സ്വീകരിക്കും ഏത് റോഡ് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും എന്ന് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ പുറപ്പെടുവിച്ച ഈ കാലത്ത് പുതിയതായി പണിത റോഡ് 48 മണിക്കൂർ നിൽക്കുന്നില്ല. ഇതിന് എന്ത് നടപടിയാണ് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ജനങ്ങൾക്കൊന്നും അറിയാൻ താല്പര്യമുണ്ട്.